അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ? വഹുവ യതവല്ല സാലിഹീൻ, അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിന്റെ വിഷമങ്ങൾ തീർക്കാൻ അല്ലാഹുവുണ്ട്, നിന്റെ പ്രയാസങ്ങൾ തീർക്കാൻ അല്ലാഹുവുണ്ട്, നിനക്കൊരു ദുഃഖവും വരാതെ നിന്നെ പരിപൂർണമായി സംരക്ഷിക്കാൻ അല്ലാഹുവുണ്ട്. ആ ഒരു വിചാരം മുഅ്മിനേ മുഅ്മിനത്തേ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. കാരണം നീ തളർന്നു പോകാൻ പാടില്ല. നീ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. നീ നിസ്കാരം മുറപോലെ നിർവഹിക്കുന്നവനാണ്. നീ രാവിലെ ബാങ്ക് മുഴങ്ങുമ്പോൾ തന്നെ തഹജ്ജുദിന് വേണ്ടി നേരത്തെ എഴുന്നേറ്റിരുന്നവളാണ്. ഖുർആൻ ഓതുന്ന കുടുംബമാണ്. വിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിയിട്ടുള്ളതായ കുടുംബമാണ്. സുബൈ നമസ്കാരം അവ്വൽ വഖത്തിൽ പള്ളിയിൽ ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചിട്ടുള്ള പുരുഷന്മാരാണ്. വീടിന്റെ അകത്തളങ്ങളിൽ ആദ്യ വഖത്തിൽ തന്നെ നിസ്കരിച്ചിട്ടുള്ള ഉമ്മമാരാണ്. ഖുർആൻ ഓതിക്കൊണ്ട് സുബൈക്ക് ശേഷം നിലകൊണ്ടവരാണ്. റൂഹി ബയാൻ മജ്ലിസിൽ ആത്മീയ മജ്ലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് സായുജ്യമണിഞ്ഞവരാണ്. പരിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നാവുകളെ പടച്ചറപ്പിലേക്ക് തിരിച്ചവരാണ്. അനാവശ്യമാകുന്ന ഫനായും ഫസാദ് പറയാതെ പരിപൂർണമായി നാവുകളെ സംരക്ഷിച്ചവരാണ്. കൈകൊണ്ടൊരു ഹറാമ് തൊടാത്തവരാണ്. കാലുകൊണ്ടൊരു ഹറാമിലേക്ക് പോകാത്തവരാണ്. ഒരു സിനിമാ തിയേറ്റർ പോലും കാണാത്തതാകുന്ന എത്രയോ ഉപ്പമാരി മജ്ലിസിലുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. എത്രയോ മോശപ്പെട്ട ഫിലിമുകൾ ഈ ലോകത്തുണ്ട്. എത്രയെത്ര അശ്ലീലമായ സിനിമാ പാട്ടുകളുണ്ട്. ഒന്നിനും കാതുകൊടുക്കാതെ, ഒന്നും കാണാതെ, ഒരു അശ്ലീലമായ നോട്ടം ഒരു ചെറുപ്പക്കാരിലേക്ക് നോക്കാതെ, എത്ര വർഷം കഴിഞ്ഞു വന്നാലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാതെ മറ്റൊരാൾക്കും ശരീരം പങ്കിടാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയതാകുന്ന ഉമ്മമാരില്ലയോ, സഹോദരിമാരില്ലയോ? 4 വർഷമായി ഭർത്താവ് വന്നിട്ട് 5 വർഷമായി, 10 വർഷമായി, 20 കൊല്ലം കഴിഞ്ഞാലും ഞാൻ എന്റെ ശരീരത്തെ കാത്ത് സംരക്ഷിക്കും. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രവാസ ലോകത്ത് പോയി അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവരത്ത് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാത്ത മറ്റൊരുത്തനും ഞാൻ പാവിരിക്കില്ല. മറ്റൊരുത്തന്റെ മുന്നിലും എന്റെ ശരീരം ഞാൻ പങ്കുവെക്കില്ല. മറ്റൊരുത്തന് വേണ്ടി കിടക്ക ഞാൻ പങ്കിടാൻ തയ്യാറല്ല. ഒരാൾക്കും എന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് കൊടുക്കാൻ ഞാൻ സന്നദ്ധതയുള്ളവളല്ല എന്ന് പരിപൂർണമായി തീരുമാനമെടുത്ത് ഏത് വാതിന് വന്നാലും, ഏത് ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്താലും, എവിടെ പോയാലും, ഏത് കല്യാണത്തിന് പോയാലും, ഏത് ബീച്ചിൽ പോയാലും, ഏത് മാളിൽ പോയാലും, ഏത് കടയിൽ പോയാലും ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന, ഔറത്തുകളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന പരിപുരുഷന്മാരുമായി ബന്ധമില്ലാത്ത എത്രയോ സഹോദരന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ഭാര്യതാ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോൾ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതായ എത്രയോ സഹോദരങ്ങളുണ്ട്, പ്രവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, ഈ സമൂഹത്തിലുണ്ട്, ഈ സമുദായത്തിലുണ്ട്. അല്ലാഹു നിന്നെ ഏറ്റെടുക്കുമോ ചെറുപ്പക്കാരാ? എത്രയെത്ര സഹോദരങ്ങളാണ് കള്ള കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്, ലഹരി ഉൽപ്പന്നങ്ങൾക്ക് മുൻപന്തിയിലുള്ളത്. കേവലം ഈ കൊച്ചു കേരളത്തിലേക്ക് തന്നെ 600 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് ഈ കഴിഞ്ഞ 6 മാസക്കാലമായി പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. 600 കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. 2584.5 ഗ്രാം അടക്കം കഞ്ചാവ് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു അത്രേ. 68 കിലോഗ്രാം ഹശീഷ് പിടിച്ചെടുത്തു അത്രേ. 32 കിലോഗ്രാം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ MDMA എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എത്രയോ ചെറുപ്പക്കാരിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, ചെറുപ്പക്കാരികളിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ പിടിച്ചെടുക്കാത്ത എത്രയോ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ, ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ പോലും വിറ്റഴിക്കപ്പെടുകയാണ്. എത്രയെത്ര ചെറുപ്പക്കാരതിന് അടിച്ചാണ്. കള്ളു കുടിക്കുന്നവരില്ലയോ? ലഹരി ഉൽപ്പന്നങ്ങളില്ലയോ? പാൻപരാഗ് പോലെയുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പോലും ചവച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയുടെ പരിശുദ്ധമാക്കപ്പെട്ട അകത്തളങ്ങളിൽ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുത്ബ
പോലും വീശിക്കാൻ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരില്ലയോ? ഡ്രഗ്സിനടിമപ്പെട്ടതാകുന്ന മക്കളില്ലയോ? ചെറിയതാകുന്ന പെൺകുട്ടികൾ പോലും അതിൽ കടന്നു വന്നില്ലയോ? മലബാറുള്ള ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികൾ പുറകിലത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ ടീച്ചറിന് എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവരെ മുഴുവനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ബെഞ്ചിലിരിക്കുന്ന മക്കളെ, പെൺകുട്ടികളെ, മുസ്ലിം സഹോദരിമാരെ പരിപൂർണമായി ഒന്ന് പരിശോധിച്ചപ്പോ നഊദു ബില്ലാഹ് അവരുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ഷോക്സ് ഊരി മാറ്റി നോക്കിയപ്പോൾ കാലിന്റെ അടിഭാഗം ബ്ലേഡ് കൊണ്ട് വരിഞ്ഞു മുറുക്കി, ബ്ലേഡ് കൊണ്ട് വരിഞ്ഞിട്ട് കീറി മുറിച്ചിട്ട് അതിനടിയിലേക്ക് മയക്കുമരുന്ന് വെച്ച് രക്തത്തിലൂടെ സിരകളിലൂടെ തലയിലേക്ക് രക്തോട്ടമുണ്ടാക്കുന്ന ഏതെല്ലാം ബ്രെയിനിനടക്കമുള്ള സ്ഥലങ്ങളുണ്ടോ അവിടേക്കെല്ലാം കൊണ്ടെത്തിക്കുകയാണ് ലഹരിയുടെ കടന്നുകയറ്റം. മക്കള് ഷോക്സ് ഇട്ടിട്ട് അത് നല്ലതുപോലെ ഷൂ ഇട്ടുകൊണ്ട് ക്ലാസ് റൂമിൽ വന്നിരിക്കുന്ന മക്കളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ കൈവശം ആരാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തത്? എവിടേക്കാണ് മക്കളുടെ പോക്ക്? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. കണയന്നൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് എനിക്കൊരു വിദ്വേഷവുമില്ല, ഒരു വെറുപ്പുമില്ല പ്രിയപ്പെട്ട ഉപ്പമാരെ. പക്ഷേ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ, മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കണേ. അവൾ മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. പോകാൻ മടി കാണിക്കുന്ന മക്കൾ എന്തുകൊണ്ട് മടി കാണിക്കുന്നു എന്ന വിഷയത്തിൽ ജാഗരൂകരാകണേ. 12ാം തരം വരെ മദ്രസയിൽ പഠിച്ചാൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ജീവിതം മക്കളിൽ ഉണ്ടോ എന്ന് പ്രത്യേകമായി ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ. ഇന്ന് ക്യാമ്പസുകൾ മുഴുവനും അശ്ലീലതകൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. എന്തിനേറെ പറയുന്നു, ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കപ്പെടുന്ന അശ്ലീലതകൾ കൊണ്ടുവന്ന് വിളമ്പുന്നത് അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിലാണ്. ഇമാമി മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് വാഴ്ന്ന് പറയുമ്പോ, ഉപദേശം നിർദ്ദേശങ്ങൾ നൽകുമ്പോ, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ, അതേ പള്ളിയുടെ 2ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് തന്റെ കൂട്ടുകാരെ മുഖേന ടെലഗ്രാമിലൂടെ അശ്ലീലമാക്കപ്പെട്ട സിനിമാ പോസ്റ്ററുകൾ, സിനിമാ ഗാനങ്ങൾ, സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന തിരക്കിലാണ്, അയച്ചു കൊടുക്കുന്ന തിരക്കുകളിലാണ്. എക്സെൻഡർ മുഖേന, ടെലഗ്രാം മുഖേന മിനിറ്റുകൾക്കകം ഖുത്ബ നടക്കുന്ന സന്ദർഭത്തിൽ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ സെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. താഴെ മെമ്പറിൽ നിന്നുകൊണ്ട് പടച്ചറബിനെ ഭയപ്പെടണേ എന്ന് പറയുമ്പോൾ മുഅ്മിനായ സാലിഹത്താകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സാലിഹീങ്ങളാകുന്ന മാതാപിതാക്കളുടെ മക്കള് ഇതാ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കള്ളിനടിമപ്പെട്ടവനാണ്, അവൻ ലഹരിക്കടിമപ്പെട്ടവനാണ്, അവൻ സിനിമ കാണാൻ മുൻപന്തിയിലുള്ളവനാണ്, അവൾ സീരിനടിമപ്പെട്ടതാകുന്ന ആളുകളാണ്. എവിടെയാണ് പിഴച്ചത്? ആർക്കാണ് പിഴച്ചത്? പരിശുദ്ധമായ ദീൻ മക്കളെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പഠിപ്പിക്കുന്നതനുസരിച്ചുള്ള ജീവിതങ്ങൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്നില്ല. വീടുകളിൽ ഇബാദത്തുകൾ പ്രാക്ടിക്കലല്ല. അവിടെയാണ് പ്രശ്നം. എവിടെയാ പിഴച്ചു പോയത്? പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നുമൊക്കെ ദീനീ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുകയാണ്. വദൂഇന്റെ ഷർത്ത്, ഫർദ്, കുളിയുടെ ഫർദ്, ഷർത്ത് ഒക്കെ പഠിപ്പിച്ചു വിടുന്നുണ്ട്. ഭക്ഷണം കഴിക്കേണ്ട മര്യാദകൾ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വീട്ടിൽ വരുമ്പോ വാപ്പായും ഉമ്മായും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന വരെ മക്കൾ കണ്ടിട്ടില്ല. 2 ആയത്ത് ദിനേന പതിവാക്കണം. പതിവാക്കിയാൽ പരിപൂർണമായ ഓർമ്മശക്തി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തു ത്വാഹായിലെ 131, 132 കുറിച്ച് വെച്ചോണം കേട്ടോ. പേനയും പേപ്പറും ഇല്ലാത്തവര് അതൊക്കെ മനസ്സിൽ കുറിച്ച് വെച്ചു. ഇതും മനസ്സിൽ കുറിച്ച് വെച്ചവർക്ക് എന്താണ്, ഇത് ഓതുന്നവർക്ക് മെമ്മറി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഓതണം. സൂറത്തു ത്വാഹ സൂറത്തിലെ 131, 132 ആയത്ത് ഇങ്ങനെയാണ്. بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى.
ഇതാണ് 2 ആയത്ത്. ഈ 2 ആയത്ത് സൂറത്തു ത്വാഹയിലെ 131, 132 ഓതിയാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനോടൊപ്പം തന്നെ അലം നശ്റഹ് സൂറത്ത് കൂടി ഒരു 11 വട്ടം കൂടി ഓതുക. ഈ 2 ആയത്ത് ഒരു വട്ടം മതി. അതോടൊപ്പം തന്നെ അലം നശ്റഹ് സൂറത്ത് എന്ത് ചെയ്യാം, ഒരു 11 പ്രാവശ്യം രാവിലെ ഇതങ്ങ് ഓദിക്കും. നല്ല ഓർമ്മശക്തി ഉണ്ടാവും. പഠിക്കാത്തത് പിന്നെ അങ്ങനെ ഓർമ്മ വരാൻ, പഠിച്ചത് നല്ല ഓർമ്മയിലുണ്ടാവും. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാം ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് സന്തോഷ വാർത്ത അറിയിച്ചു. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്ഹാഖ് എന്ന പൊന്നമോനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആരാണ് ഇസ്ഹാഖ്? നബിയ്യം മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ പെട്ടതാകുന്ന പ്രവാചകരത്രേ. ശുദ്ധ ഖുർആൻ. ഇസ്ഹാഖ് നബി ആരാണ്? സാലിഹായ മനുഷ്യൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. അടുത്ത പ്രവാചകൻ. എണ്ണിയാ തീരൂല, സമയം ഒരുപാട് പോകും. ആയത്തുകളാണ്, വേറെ ഒന്നുമില്ല. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. എന്തിനാ അള്ളാഹു ഇങ്ങനെ മുൻഗാമികളാകുന്ന ഈ പ്രവാചകന്മാരൊക്കെ സാലിഹാണ് എന്ന് പറയുന്നത് എന്തിനാ? ഈ ഉമ്മത്ത് പഠിക്കാൻ. നമുക്ക് ഖുർആൻ ഇറങ്ങിയത് ആരെക്കുറിച്ചാ സാലിഹ എന്ന് പറയുന്നത്? മുൻഗാമികളാകുന്ന പ്രവാചകന്മാരെ കുറിച്ച്. എന്തിന്? അവരോടൊപ്പം ചേരണം.